Hello, hi, dear friends. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്സും അല്ലെങ്കിൽ അങ്ങനത്തെ ധാരാളം ഫ്രൂട്ട്സ് അടങ്ങിയ കാര്യങ്ങൾ കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. സത്യം പറഞ്ഞാൽ വളരെ വളരെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു മിൽക്ക് ഷേക്കാണ്, പക്ഷേ ഫ്രൂട്ട്സും കൂടി ചേർന്ന ഒരു അടിപൊളി മിൽക്ക് ഷേക്ക്. ഒരു മിക്സ്ഡ് ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ആകാം. അപ്പോൾ മിക്സ്ഡ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊരു എന്താ പറയുക, ഒരു എക്സാമ്പിൾ പോലെ ഒരു മിൽക്ക് ഷേക്ക് മിക്സ്ഡ് ഫ്രൂട്ട് കാണിക്കുന്നു. ഈ ഒരു മിക്സ്ഡ് ഫ്രൂട്ട് മിൽക്ക് ഷേക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഫ്രൂട്ടും ചേർക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണത്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് തണ്ണിമത്തൻ, നല്ല വാട്ടർ കണ്ടൻ്റ് ഉണ്ട്, പിന്നെ അതിലൊരുപാട് ഗുണങ്ങളുള്ള കാര്യമാണ്. അതുപോലെ പപ്പായയിലും ധാരാളം കാര്യങ്ങൾ, വൈറ്റമിൻ സി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ബൗൾ നിറച്ചും, കപ്പ് അളവാണെങ്കിൽ കപ്പെന്ന് പറയാം, ബൗളാണെങ്കിൽ ബൗൾ. ഓക്കെ, പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പം നാടൻ പപ്പായ നമ്മുടെ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ അത്ര നല്ലത്, ഇല്ലെങ്കിൽ വാങ്ങാം. തണ്ണിമത്തൻ, അതായത് തണ്ണിമത്തൻ വീട്ടിൽ നിന്ന് എടുക്കാൻ ഞാൻ പറയില്ല, കാര്യം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലല്ലോ. പിന്നെ അതങ്ങനെ പപ്പായയും തണ്ണിമത്തനും പിന്നെ ഒരു റോബസ്റ്റ പഴം ആണ് ഞാൻ ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറിയിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ആപ്പിൾ ചേർക്കാം, പൈനാപ്പിൾ ചേർക്കാം, മാമ്പഴം കിട്ടുകയാണെങ്കിൽ അത് ചേർക്കാം. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഏതൊരു ഫ്രൂട്ടും, സ്ട്രോബെറിയുടെ സീസണാണ്, അപ്പം അതും കിട്ടി തുടങ്ങുകയാണെങ്കിൽ അത് ചേർക്കാം. അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചേർക്കാം. ചിക്കൂസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എനിവേ, അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ കാറ്റഗറി വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏറ്റവും മിനിമം മിക്സ്ഡ് ഫ്രൂട്ട് ഉപയോഗിക്കുന്നുള്ളൂ. പപ്പായ, ഇത് വളരെ വളരെ നല്ലതാണ്. എസ്പെഷ്യലി ബ്യൂട്ടി കെയറിൻ്റെ ഏറ്റവും പ്രധാന കാര്യങ്ങളാണ് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ. നമ്മുടെ സ്കിന്നിൻ്റെ സൗന്ദര്യം കൂടും ഈ രണ്ട് കാര്യങ്ങളും. അതോടൊപ്പം ബനാന എന്ന് പറഞ്ഞാൽ അറിയാലോ, ധാരാളം പൊട്ടാഷ്യം എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ബനാന. അതും ഈ പഴം ചേർന്ന് വരുമ്പോൾ തന്നെ അതിനൊരു കൊഴുപ്പുണ്ടാകും. സത്യം പറഞ്ഞാൽ അതൊരു തിക്കനിങ് ഏജൻറ്റ് പോലെയാണ്. ഇനി ഇതിനകത്തൊരു സ്പെഷ്യലായിട്ട് ഞാനൊരു കാര്യം ചേർക്കുന്നത്, ഞാനിപ്പോൾ ഒരു പൈനാപ്പിൾ ക്രഷും കൂടി ചേർക്കാൻ പോകണം. എന്തിനാ അറിയോ? പൈനാപ്പിൾ ഫ്രഷ് ചേർക്കാത്തത് കൊണ്ട് പൈനാപ്പിൾ ക്രഷ് ചേർത്താൽ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഭയങ്കര സ്വാദാണ് കേട്ടോ പൈനാപ്പിൾ ക്രഷിന്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ക്രഷ് ആകാം. വാങ്ങാൻ കിട്ടും, പല പല കമ്പനീസിൻ്റെ ഉണ്ട്. നമ്മൾ കേക്കൊക്കെ കേക്കിൻ്റെയൊക്കെ ഫില്ലിംഗ് ആയിട്ടൊക്കെ ക്രഷ് ഉപയോഗിക്കില്ലേ. ഓക്കെ, 2-3 ടേബിൾ സ്പൂൺ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ മധുരത്തിൻ്റെ കാര്യം, മധുരം നാച്ചുറൽ മധുരം മതി എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ മതി, വേറെ മധുരം ഒന്നും ചേർക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കേണ്ടി വരും. ഇനി ഇതിലെന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ പാലത് ഫ്രോസൺ മിൽക്കാണ്, നമ്മുടെ ഐസ് പാൽ, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് ഒരു പാക്കറ്റ് ഐസ് പാല്. അതിനെ ഞാനിങ്ങനെ തല്ലി പൊട്ടിച്ചെടുത്താണ്, ക്രഷ് ചെയ്ത്. 1/2 ലിറ്റർ പാല് ചേർക്കാം. അപ്പോൾ പ്യുവർലി ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഫ്രൂട്ട്സ് ആൻഡ് പാല്, ബസ് അത്ര മതി. പക്ഷേ നമ്മളതിനെ കുറച്ചുകൂടി സ്വാദ് കൂട്ടുന്ന കാര്യങ്ങൾ ചേർക്കുന്നതുകൊണ്ടാണ്. മധുരം എന്നുള്ള പഞ്ചസാര ഒഴിവാക്കാവുന്ന കാര്യമാണ് ചെയ്യാം. പിന്നെ ക്രഷ് കുഴപ്പമില്ല, ക്രഷിൽ ഒരു ചെറിയ മധുരമുണ്ട്, പക്ഷേ ആ ഒരു ഫ്ലേവറിങ് ആണ്. ഓക്കെ, ഇനി ഒന്ന് ബീറ്റ് ചെയ്യാം. എല്ലാം കൂടി ചേർന്നിങ്ങനെ നല്ലതായിട്ട് എന്താ പറയണ്ടേ, തിക്കായി ഇങ്ങനെ വരും. അന്നേരം ഇതിലിപ്പോൾ ഒരു പൈനാപ്പിൾ ക്രഷ് ചേർത്തുകൊണ്ട് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഉണ്ട്, അത് 2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇനിയാണ് നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കുന്നത്, ദാറ്റ് ഇസ് ഐസ്ക്രീം. ഇത് ഐസ്ക്രീം ചേർക്കുന്ന മിൽക്ക് ഷേക്കാണ്. ഐസ്ക്രീം ചേർക്കാത്ത മിൽക്ക് ഷേക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ കുറച്ച് സ്ട്രോബെറി, ഈ കളറായിട്ട് ചേർന്ന് പോകുന്നത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഐസ്ക്രീം 1 കപ്പ് നിറച്ച് ചേർക്കാം. ഓക്കെ, സ്ട്രോബെറി ഐസ്ക്രീം അത് നമ്മൾ ആവശ്യാനുസരണമാണ്. 1 കപ്പ് ഫുൾ ഓഫ് സ്ട്രോബെറി ഐസ്ക്രീം. 1/2 ലിറ്റർ പാലുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ നല്ല തിക്ക് മിൽക്ക് ഷേക്കായി കഴിയും. ആ ഐസ്ക്രീമും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഓക്കെ, ഒരു പീച്ച് കളറാണ്. കാര്യം തണ്ണിമത്തനും പപ്പായയും കൂടെയുള്ള കോമ്പിനേഷൻ ഒരു പീച്ച് കളറാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കുറുകിയ മിൽക്ക് ഷേക്ക്. രണ്ട് ചെറിയ ഗ്ലാസ്സസിൽ ഒഴിച്ചു, ഇനി ഒരു വലുതിലും കൂടെ ഒഴിക്കാൻ നിറച്ചുണ്ട് കേട്ടോ. നമ്മുടെ സ്പോട്ട് പോൾക്ക ഡോട്ട്സ് ഉള്ള ഗ്ലാസ്. ഓക്കെ,
ക്വാണ്ടിറ്റി കണ്ടല്ലോ എത്രത്തോളം ഉണ്ടെന്ന്. ഈ ഒരു സൈസിനുള്ള ഗ്ലാസ്സിനാണെങ്കിൽ ഒരു 5 ഗ്ലാസ് വരും കേട്ടോ, സുഖമായിട്ട് കഴിക്കാം. 1/2 ലിറ്റർ പാലും ഞാൻ ഈ പറഞ്ഞ അത്രയും പപ്പായ ആൻഡ് തണ്ണിമത്തൻ കഴിക്കട്ടെ. ആഹാ, ഒരു രക്ഷയില്ല. എന്താ സുഖം. ആ പപ്പായയുടെയും തണ്ണിമത്തിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് കുറച്ച് ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. പഴത്തിൻ്റെ ടേസ്റ്റ് അറിയുന്നേ ഇല്ല, ചെറുതായിട്ട് അറിയാം കേട്ടോ, എന്നാലും അങ്ങനെ ഓവർ പവറിങ് അല്ല. പൈനാപ്പിൾ വേണമെങ്കിൽ ഇനിയും ചേർക്കാം, പൈനാപ്പിൾ ക്രഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പൈനാപ്പിൾ ക്രഷ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാണ്ടിരിക്കണ്ട. പൈനാപ്പിൾ പീസസ് സെറ്റ് ചെയ്യാം, അതില്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഫ്രൂട്ടിലും ചെയ്യാം. ഇത് രണ്ടും മാത്രമായിട്ടും ചെയ്യാം. സ്ട്രോബെറി ഐസ്ക്രീമും കൂടെ ഉണ്ടെങ്കിൽ നല്ലത്. ഐസ്ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ വിത്തൗട്ട് ഐസ്ക്രീം കാണിച്ചു തന്നിട്ടുണ്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ ചെയ്യുക. അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് ഈ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യാം. നിർത്താനേ തോന്നുന്നില്ല. ഇപ്പം നല്ല വെയിൽ സമയം. ഇത് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2:30 മണി സമയം. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ടെറസ് കിച്ചണിലാണ്. ഇതിൻ്റെ മേളിലൊക്കെ വെളിയിലെ ടെറസിലൊക്കെ ഭയങ്കര ചൂടാണ്. ഇവിടെ AC ഉള്ളതുകൊണ്ട് അറിയുന്നില്ല, എങ്കിൽ പോലും AC ഇട്ടിട്ട് പോലും നല്ലൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തണുത്ത കാര്യം കഴിക്കാൻ കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. തണുപ്പ് മാത്രമല്ലല്ലോ, ഹെൽത്തിയാണ്. കുറേ കാര്യങ്ങളില്ലേ, പപ്പായ ഉണ്ട്, തണ്ണിമത്തനുണ്ട്, പഴമുണ്ട്. അങ്ങനത്തെ നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും നല്ല കാര്യങ്ങൾ. അപ്പോൾ സൗന്ദര്യം കൂടാനും നല്ലതാണ് ഇത്തരം ഫ്രൂട്ട് മിൽക്ക് ഷേക്സ് ഒക്കെ ചെയ്ത് കുടിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് മിക്സ്ഡ് ഫ്രൂട്ട് മിൽക്ക് ഷേക്ക്. ഓക്കെ, അപ്പോൾ ഇതുണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാകും. എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക, കുഞ്ഞുങ്ങൾക്കും വീട്ടിലെല്ലാം. ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 5-6 ഗ്ലാസ് പറ്റുമല്ലോ, ഒരു പാടില്ല. ഫ്രിഡ്ജിനകത്ത് ഇപ്പോൾ ഐസ്ക്രീം ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പാല് വാങ്ങി ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കുക. ഇതൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഈ ക്രഷൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്ന കാര്യം, ഇത് വെച്ചിട്ട് മോക്ടെയിൽസും ഒക്കെ ചെയ്യാം. വളരെ ഈസിയാണ്, പല ഫ്ലേവേഴ്സിൽ കിട്ടും ക്രഷ്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങി വെച്ചാൽ പല പല ഫ്ലേവേഴ്സിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ ഇടയിൽ വന്നതുകൊണ്ടാണ് അത്രയ്ക്ക് അറിയാത്തത്. പക്ഷേ ഈ ഒരു ക്രഷ് കൊണ്ട് മാത്രം നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ ഈ ഒരു വീഡിയോ. എന്തായാലും ഫീഡ്ബാക്ക്സ് തരിക മറക്കണ്ട. ഒരു ലൈക്ക് ഷെയർ ഒക്കെ തരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താ ഞാൻ പറയുന്നത്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഒരു കാര്യം കൂടി, പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആദ്യമായിട്ടൊക്കെയാണ് ലക്ഷ്മി നായർ വ്ളോഗ്സ് എന്നുള്ള നമ്മുടെ LN വ്ളോഗ്സ് ഫാമിലിയിലേക്ക് കാണാൻ വരികയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് LN വ്ളോഗ്സ് family. Okay, thank you so much. Thank you for watching and keep on watching Lekshmi Nair Vlogs.